ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വേദലക്ഷ്മി ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റായ വേദലക്ഷ്മി രഞ്ജിമാർക്ക് കൊടുത്തൊരു മറുപടി ഒരു 2 ദിവസത്തിന് മുന്നേ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മറുപടി നല്ലതാണ്, മറുപടി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ മറുപടി കുറച്ച് ലേറ്റായോ എന്നൊരു ചെറിയ തോന്നൽ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് രഞ്ജിമാർ അത് എപ്പോഴാണ് പറഞ്ഞത്? ബിഗ് ബോസിന് ശേഷം അവരിറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ അവർക്ക് ആ ഒരു മറുപടി കൊടുക്കാമായിരുന്നു. ഇത്രയും ലേറ്റായിട്ട് മറുപടി കൊടുത്തത് കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ മറുപടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിവേ, മറുപടി കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ രഞ്ജിമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞ ഒരു പരാമർശത്തെപ്പറ്റി അവർ എൻ്റെ അടുക്കയിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏത് വഴി കേസിന് പോയി ലാസ്റ്റ് പല്ലടിച്ച് പൊട്ടിച്ചേനെ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാൻമണി ആയിരുന്നു അതിനായിരുന്നു അവൾ കഥം ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ എതിർത്തിട്ടാണ് ലക്ഷ്മി ഒരു 3 മാസങ്ങൾക്ക് ശേഷം, എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അതിനുള്ള മറുപടിയായിട്ട് വരുന്നത്. അതിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ ആയിട്ട്, ഒരു വീക്കിന് മുന്നേ ആയിട്ട് നോറയ്ക്ക് ഒരു മറുപടി കൊടുത്തു. ആ നോറയ്ക്കുള്ള മറുപടിയിൽ ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ലക്ഷ്മി വിചാരിച്ചിട്ടുണ്ടാവണം. ലക്ഷ്മി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കൊരു കോണ്ടന്റ് കിട്ടുന്നത്. പക്ഷേ ലക്ഷ്മി അതിന് താങ്ക് യു 1 മില്യൺ വ്യൂസ്, താങ്ക് യു 2 മില്യൺ വ്യൂസ്, താങ്ക് യു 3 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്, രഞ്ജിമാർ പറഞ്ഞത് കറക്റ്റ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ലക്ഷ്മി പറഞ്ഞ മറുപടി നല്ലതാണ്, ഗുഡാണ്, കുഴപ്പമില്ല. പക്ഷെ ലക്ഷ്മി പറഞ്ഞ മറുപടി അത് രഞ്ജിമാർ എന്തിനാണ് പറഞ്ഞത്? ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ ആദില നൂറയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്മിയോടോ അല്ലെങ്കിൽ രഞ്ജി പേഴ്സണലി ഞാൻ ആരുടെയും ഫാനല്ല. പക്ഷേ ആദില നൂറ് ഒരാളെ പറ്റി, അതും ആദില നൂറയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കിയിട്ടല്ല, വേറൊരാളോട് പറയുവാണ്. അപ്പോൾ ആ ഒരു സീൻ എടുക്കുവാണെങ്കിൽ അക്ബറിനോട് പറയുവാണ്, ഇവളുമാരെ പോലുള്ളവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് അവരോടാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു പരാമർശമാണ് എന്ത് ഈ രഞ്ജിമാർ എടുത്ത് സംസാരിച്ചത്. ആ പരാമർശം നല്ലതാണെന്ന് ലക്ഷ്മിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇങ്ങനെ പറയണമായിരുന്നു, എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ പരാമർശം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ താങ്കൾ പറഞ്ഞിരുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് പറഞ്ഞത്, അല്ലാതെ എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞിട്ടില്ല. അത് ന്യായമായ തെറ്റായ കാര്യമാണ്. നിങ്ങൾ നോർമലൈസ് ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ കയറ്റണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് 24/7 ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അതിനുള്ള മറുപടിയായിട്ടാണ് രഞ്ജിമാർ പറഞ്ഞത്. രഞ്ജിമാരുടെ ആ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞതിൽ മോശമായി പോയി, ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നോർമലൈസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ LGBTQ++ അങ്ങനത്തെ കുറേ കഥകളൊക്കെ ലക്ഷ്മി അതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ വേറൊരു കാര്യം, ഒരാളെ പറ്റി നിങ്ങളുടെ കൺമുന്നിൽ ഇല്ലാതെ തന്നെ നിങ്ങൾ പരാമർശിച്ച വേറൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ട്, ഒനിൽ സാബുവിനെ പറ്റി. ഒനിൽ സാബുവിനെ പറ്റി മസ്താനി പറഞ്ഞ അറിവിൽ നിങ്ങൾ പരാമർശിച്ച ഒരു സാധനമുണ്ട്. ഈ സെയിം സാധനം തന്നെയാണ് രഞ്ജിമാറും പറഞ്ഞിരിക്കുന്നത് അവിടെ. രഞ്ജിമാറിനെ പറയാത്ത സാധനമാണ്. പക്ഷേ അവരുടെ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആദില നൂറിനെ പറ്റിയാണ് നിങ്ങളത് പറഞ്ഞപ്പോഴാണ് രഞ്ജിമാർ ആ ഒരു മറുപടി പറഞ്ഞത്. അത് രണ്ടും ഒരു തരത്തിൽ നോക്കി രണ്ടും ഒന്നല്ലേ? നിങ്ങൾ എന്തിനാ ഒനിൽ സാബുവിനെ പറ്റി നിങ്ങൾ കാണാത്ത ഒരു കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി നിങ്ങൾ സോറി പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ രഞ്ജിമാർ വന്നിട്ട് നിങ്ങളതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, അത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയതുകൊണ്ടാണെന്ന്. തെറ്റായി തോന്നിയോണ്ടായിരിക്കും വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തത്. രഞ്ജിമാർ അതിൽ വന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹായ് ലക്ഷ്മി, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ശീലം തന്നെയാണ് എൻ്റേത്. ബട്ട് ചില കാര്യങ്ങൾ തെറ്റ് പറ്റി എന്ന് തോന്നിയാൽ അത് തിരുത്തുക തന്നെ ശീലവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണ്ടി അങ്ങൊരു പരാമർശം നടത്തിയതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇതൊരു ഏറ്റുപറച്ചിലൊന്നുമല്ല. കൊണ്ട് തന്നെ എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ തിരുത്തണം എന്ന് വിചാരിച്ചിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ് ഓൾ ഓവർ, താങ്ക് യു എന്ന് പറഞ്ഞ് രഞ്ജിമാർ അതിനകത്തൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തിരിച്ചൊരു കമൻറ്റ് ഒന്നും ലക്ഷ്മി ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് ഈ ഒരു ആൻസർ ആയിരിക്കത്തില്ല ലക്ഷ്മി വേണേൽ വിചാരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ലക്ഷ്മി പറഞ്ഞത് 100% കറക്റ്റാണ്, നല്ല മറുപടി തന്നെയാണ്. അത് ലക്ഷ്മി എന്തുകൊണ്ട് ഒരാളെ പറ്റി ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നോർമലൈസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം. എൻ്റെ പേഴ്സണൽ ഇഷ്ടം എനിക്ക് നോർമലൈസ് ചെയ്യണോ വേണ്ടയോ, എൻ്റെ വീട്ടിൽ കയറ്റണോ വേണ്ടയോ. പക്ഷെ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് നിങ്ങൾ പറയണമായിരുന്നു എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല, അങ്ങനെ പറയണമായിരുന്നു.
എനിവേ ലക്ഷ്മിയുടെ മറുപടി സൂപ്പറാണ്. അതിന് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, നല്ല മില്യൻസ് ഓഫ് വ്യൂസ് കിട്ടുന്നുണ്ട്. രഞ്ജിമാർ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്, രഞ്ജിമാർ പറഞ്ഞത് തെറ്റാണ്. രഞ്ജിമാർ കൊടുത്ത മറുപടി നല്ലതായിരുന്നു, ലക്ഷ്മി കൊടുത്ത മറുപടിയും നല്ലത് തന്നെയാണ്. സോ ഇറ്റ്സ് ഓവർ. ഇതിനെപ്പറ്റി എനിക്കൊന്ന് സംസാരിക്കാം. ബിക്കോസ് എല്ലാവരും ലക്ഷ്മിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആ മറുപടി കൊടുത്തതിൽ. ലക്ഷ്മി എന്ന് വെച്ചാൽ ലക്ഷ്മി ആ മറുപടി കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താണ്? രഞ്ജിമാർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്ത് ആണല്ലോ. രഞ്ജിമാർ ആർക്ക് വേണ്ടി നിന്നത്? ആദില നൂറ എന്ന് പറഞ്ഞ 2 വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. ഇതേ സെയിം സാധനം തന്നെയല്ലേ ഈ ലക്ഷ്മി മസ്താനിയുടെ പേരും പറഞ്ഞ്, മസ്താനി എന്തോ പറഞ്ഞ് ഒനീൽ സാബുവിനെതിരെ ഒരു ആക്ഷേപം ചാർത്തിയത്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാം. പക്ഷേ ആർക്കോ വേണ്ടി ചെയ്തു, ആർക്കോ വേണ്ടി. മസ്താനിക്ക് വേണ്ടി ലക്ഷ്മി സെയിം കാര്യം തന്നെയല്ലേ അവിടെ അത്രയും ബഹളം കൂട്ടിയത്. ആ ഒരു രാത്രി ഫുള്ള് ബഹളം വെച്ച് എന്നിട്ട് സോറി പറയാൻ പുറകെ നടന്നു. ലക്ഷ്മിക്ക് ഈ മറുപടി കൊടുക്കണമായിരുന്നെങ്കിൽ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷമേ കൊടുക്കാറ്. ഇത്രയും ലാഗ് ചെയ്ത് ഇത്രയും സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ നോറയ്ക്ക് കൊടുത്ത ഇതിൽ അത്രയും മില്യൻസ് ഓഫ് വ്യൂസ് കിട്ടിയത് കാരണമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ലക്ഷ്മിയുടെ മറുപടി നല്ല തീയായിരുന്നു, നല്ല തീയായിട്ടുള്ള മറുപടി തന്നെയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രഞ്ജിമാറിൻ്റെ മറുപടി നല്ലത് തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കമൻറ്റിലുള്ള മറുപടിയാണ് കേട്ടോ. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.